ഹൈ ഓൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു നിഹാൽ പെർസ്പെക്റ്റീവ്. ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഇന്ന് എന്നല്ല കുറേ കാലങ്ങളായിട്ട്, കുറേ വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ പറയാം, കാലാകാലങ്ങളായിട്ടെന്ന് വേണമെങ്കിൽ പറയാം, സമൂഹത്തിൻ്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന ലഹരി. സമൂഹത്തിൽ എപ്പോഴും ഒരു നന്മയുണ്ടോ അതിനൊറ്റ ഓപ്പോസിറ്റായിട്ട് തിന്മയുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ഒരു സൊസൈറ്റി എന്തുണ്ടായിട്ടുണ്ടോ നന്മയെ ആരൊക്കെ പുഴത്തുന്നു അതിൻ്റെ കൂടെ തന്നെ ആരുണ്ട്, തിന്മയുടെ സൈഡായിട്ട് ഒരുപാട് ആളുകൾ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു സാധനമാണ് ഡ്രഗ്സ്, ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇന്ന് അത് എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഇന്ന് നമ്മൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയം വേടൻ എന്ന് പറഞ്ഞ റാപ്പ് ഗായകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ നിയമവശം നോക്കുമ്പോൾ ഒരു അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടാൻ രീതിയിലുള്ള ഒരു അളവിലുള്ള ലഹരിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടത്. എന്നാൽ അദ്ദേഹം വേറൊരു കേസിൽ ഇപ്പോൾ എന്ത് ചെയ്യാണ്, അകപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ വേറെ വിഷയം, അതൊന്നല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ കേരള? കേരളത്തിൽ എന്താണ് ലഹരിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്? എവിടെ നിന്നാണ് ലഹരി കേരളത്തിലേക്ക് വരുന്നത്? ലഹരിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കേസുകൾ നിരന്തരം നമ്മുടെ ന്യൂസിലും അല്ലെങ്കിൽ പത്രമാധ്യമം നമ്മൾ അറിയുമ്പോൾ ഞാനൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഇത് എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത്? പല രീതിയിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, യാത്ര മധ്യേ ഇത്ര കിലോ കഞ്ചാവ് പിടിച്ചു, അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് ഇത്ര കഞ്ചാവ് പിടിച്ചു, മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി കഞ്ചാവ് പിടിച്ചു, അല്ലെങ്കിൽ ഇത്ര ഡ്രഗ്സ് പിടിച്ചു, നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ പിടിച്ച ആളുകൾ ത്രൂ ഇതിൻ്റെ സോഴ്സ് വരുന്നെങ്കിലും ചെയ്യുന്നുണ്ടോ? ഗവൺമെൻറ് പോലീസിൻ്റെ സഹായം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പലപ്പോഴും എൻ്റെ ചെറുപ്പം, ഞാൻ ചെറിയ പ്രായം മുതൽ എൻ്റെ ചെറിയ മനസ്സൊന്ന് ചിന്തിച്ചു തുടങ്ങിയ ചില കാര്യങ്ങളാണിത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ സോഴ്സ് ഇവർ പോയി പിടിക്കാത്തത്? അല്ലെങ്കിൽ ഇതിൻ്റെ ആ വേര് ഇവരെന്തുകൊണ്ട് കട്ട് ചെയ്യുന്നില്ല? പലപ്പോഴും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു വിഷയം പോലീസുകൾ വലിയ രീതിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണങ്ങൾ ഇപ്പം ഞാനിങ്ങനെ വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ ഒരു വീഡിയോ വരെ ചെയ്യാനുള്ള ഒരു കാര്യം വേടനെ പോലെ അല്ലെങ്കിൽ വളരെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലെ പല ആളുകൾ സിനിമാ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം. മലയാളിയുടെ ഒരു പൊതു സ്വഭാവമുണ്ട്, ആരാൻ്റെ അമ്മക്ക് പ്രാന്തായാൽ കാണാൻ നല്ല ചേല, ആരാൻ്റെ അമ്മക്ക് പ്രാന്തായാൽ കാണാൻ നല്ല ചേല. എന്താ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ അറിയപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കാണാനും കേൾക്കാനും അതിൻ്റെ മസാലകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ പോകാൻ ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മാധ്യമങ്ങൾ, പണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അതൊന്ന് പത്രമാധ്യമങ്ങൾ ഏറ്റെടുക്കുക. ഞാൻ പറയുന്ന കാര്യം വേടനെ അറസ്റ്റ് ചെയ്ത് ശരിയായില്ല എന്നല്ല കേട്ടോ, തെറ്റ് ചെയ്ത ആളുകൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടും. പക്ഷേ അറ്റ് ദ റിസൾട്ട് ഈ പറയപ്പെടുന്ന ലഹരി ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ലഹരി ഉപയോഗമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സ് ഡീലിംഗ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഭാഗമായി ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, ആളുകൾ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്ന രണ്ടാമത്തെ കേസ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അറ്റ് ദ ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മുടെ സൊസൈറ്റി കിട്ടേണ്ട കാര്യം എന്താ? ഇത്തരം ഉപയോഗങ്ങൾ കുറഞ്ഞു കൊണ്ടുവരുന്നുണ്ടെന്ന് ഉറപ്പാക്കലാണ്. ഡ്രഗ്സിൻ്റെ ഉപയോഗം തന്നെ കുറഞ്ഞു കൊണ്ടുവരുന്നുണ്ട്, ആളുകൾ ഭയപ്പെടുന്നുണ്ടോ? ഡ്രഗ്സിൻ്റെ ഉപയോഗം നമ്മുടെ കേരളത്തിൽ നാടിന് കുറഞ്ഞു വരുന്നുണ്ട്, എസ്പെഷ്യലി വിദ്യാർത്ഥികൾക്കിടയിൽ കുറയുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു അറ്റ് ദ എൻഡ് എന്താണ് റിസൾട്ട് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ 0 ആണ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിപ്പോൾ സിന്തറ്റിക് ഡ്രഗ് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന MDMA പോലത്തെ ഭയങ്കര മാരകമായ സംഭവം, ഇത് അടിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ബുദ്ധിയും ഓർമ്മയൊന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. നമുക്കിത് അറിയില്ല, നമ്മളിത് നേരിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മളിത് ഉപയോഗിച്ചിട്ടില്ല. ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിൽ സംഭവിക്കുന്ന ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ അല്ലെങ്കിൽ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ നമ്മൾ കേട്ട് വളർന്നാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. ഈ കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഡ്രഗ്സ് വേട്ട എന്ന് അല്ലെങ്കിൽ പേരിൽ നടക്കുന്ന കാര്യം മോറൽ സൈഡിൽ ഓക്കെയാണോ? ഒബാമ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, ഡ്രഗ് അബ്യൂസ് ഈസ് നോട്ട് എ ക്രൈം, ഇറ്റ്സ് എ ഹെൽത്ത് ഇഷ്യൂ എന്നാണ് ബറാക്ക് ഒബാമ പറഞ്ഞത്. ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ശരിയാണ് കുറേ കാര്യങ്ങളൊക്കെ. നമ്മളിത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഇതൊരു അസുഖമാണെന്ന് മനസ്സിലായിക്കൊണ്ട് അവർക്ക് വേണ്ട ചികിത്സ, ഒരു മോറൽ സൈഡ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ കമ്പാരിറ്റീവ്ലി പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ജയിലിടുന്നു. ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർ നിർത്തുന്നുണ്ടോ? അവരതിൻ്റെ 10x ലെവലിലേക്ക് പോയ അനുഭവത്തിൽ ഞാനിത് പറയുന്നത്, ഒരുപാട് അനുഭവങ്ങൾ നേരിട്ടും കണ്ടതിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഒരു വിഷയത്തിൽ അകപ്പെടുന്നു, എന്തെങ്കിലും ഡ്രഗ് അബ്യൂസ് എന്ന പേരിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞ ഒരാളിൽ സംഭവിക്കുന്നത് ഹീസ് ലേബൽഡ്, അവനതൊരു ലൈസൻസ് കൊടുക്കുക, ഡ്രഗ് ഡീൽ ചെയ്യാനും അത് സെയിൽ ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് അവരിതിനെ കാണുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഒരു മോറൽ സൈഡ് ഇതിന് വളരെ പ്രധാനപ്പെട്ട സംഭവം. സോ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിർബന്ധമായും ജീവിതത്തിൽ ഒരിക്കലും പോലും ലഹരി ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിലങ്ങ് എഴുതി ഒപ്പിടണം. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാനസിക അവസ്ഥ, അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ നടന്ന കൊലപാതകങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഗവൺമെൻറ് വലിയ രീതിയിൽ ഇതിന് പുറകെ എന്ത് ചെയ്യുന്നത്, ഓടി നടക്കുന്നത്. പക്ഷേ റിസൾട്ട് ഉണ്ടോ? അറ്റ് ദ എൻഡ് ആളുകളുടെ ഉപയോഗം കുറയുന്നുണ്ടോ എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ ഒരു മാറ്റം അല്ലെങ്കിൽ ഇപ്പം നടക്കുന്നത് കൊണ്ട് മാറ്റം ഉണ്ടാക്കാൻ നമ്മളെ സർക്കാരിനും പോലീസിനും എക്സൈസിനൊക്കെ സാധിക്കുന്നുണ്ടോ? ബേസിക്കലി ആളുകളിൽ ഒരു ഭയം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഇത് ഇന്ത്യയിൽ നിരോധിതമായ ഒരു സാധനം, ഇത് ഉപയോഗിച്ചാൽ നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടും എന്ന ഭയത്തിനപ്പുറത്തേക്ക് നമുക്ക് എത്രത്തോളം ശാരീരിക പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്.
നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ എത്ര ഉണ്ടാക്കുന്നുണ്ട്, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എത്രത്തോളം, ഹൗ ലോങ് ഇത് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന കുറച്ചും കൂടി മോറലി ആയ സൈഡ് ആളുകൾക്കിടയിലേക്ക് എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ആ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അബ്യൂസുകൾ നമുക്ക് കേരളത്തിൻ്റെ നമ്പർ വൈസ് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കാം. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ നിർബന്ധം നിങ്ങൾ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ലഹരി ഉപയോഗിക്കുന്നവരെയും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആളുകളെയും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ല, നിങ്ങളെ സ്വയം കൊല്ലാൻ വേണ്ടി പോവുകയാണ്, നിങ്ങൾ സ്വയം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന ബോധ്യമായിരിക്കണം അവർക്കിടയിൽ ഉണ്ടാക്കുക. നമ്മൾ അതായിരിക്കണം അവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. മോറൽ സൈഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.